മാഡം, കുംഭമേള എല്ലാവരുടെയും ശ്രദ്ധ ആകർഷിച്ചിരിക്കുകയാണ്. വലിയ തോതിൽ വിവാദങ്ങളും ഉണ്ടാകുന്നുണ്ട്. ഇപ്പോൾ ഉയരുന്ന ഒരു ചോദ്യം, എന്തിനാണ് ഈ ലക്ഷക്കണക്കിന് ആൾക്കാർ വന്ന് ഗംഗയിൽ മുങ്ങുകയാണ്? അപ്പോൾ അത്രയും നദിയിലെ ജലം, ഗംഗാ നദിയിലെ ജലം മലിനമാകും. കാരണം ഇത്രയും പേര് ഇറങ്ങി കുളിക്കുകയാണല്ലോ, സ്വദേശികളും വിദേശികളുമായ ഒരുപാട് പേര്. നമുക്ക് എണ്ണമെടുക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ ഈ മലിനജലത്തിൽ പോയി കുളിച്ചത് കൊണ്ട് എന്ത് പുണ്യം നേടാനാണ് എന്നാണ് ഉയരുന്ന ചില ചോദ്യങ്ങൾ. മാഡം എങ്ങനെ ഈ ചോദ്യത്തെ കാണുന്നു? ഇതേ ചോദ്യം എന്നോട് 3-4 പേര് ചോദിച്ചു. ഇപ്പോൾ ഇത്രയും കഷ്ടപ്പെട്ട് കുംഭമേളയ്ക്ക് പോയിട്ട് ആ വെള്ളത്തിൽ കുളിച്ചിട്ട് എന്ത് കിട്ടാനാണ്? വാസ്തവത്തിൽ എന്നെ സംബന്ധിച്ചിടത്തോളം അവരൊരു മറുപടി അർഹിക്കുന്നില്ല. കാരണം ഞാനൊരു തീവ്ര ഹിന്ദുവാണ്. പക്ഷെ അതേസമയം മറ്റുള്ള മതങ്ങളെ ബഹുമാനിക്കുകയും ചെയ്യുന്നു. അപ്പം എൻ്റെ വിശ്വാസമാണത്. ഗംഗയിൽ പോയി കുളിക്കണം, അല്ലെ യമുനയിൽ പോയി കുളിച്ച് തോർത്തി വന്നാൽ നമുക്ക് ഈ ജന്മം കിട്ടുന്ന ഏറ്റവും വലിയ പുണ്യമാണെന്നുള്ളത് എൻ്റെ വിശ്വാസം. ആ വിശ്വാസത്തെ ഹനിക്കാനോ അതില്ലാതാക്കാനോ വേറൊരാളെ ഞാൻ സമ്മതിക്കില്ല. അതുപോലെ വേറൊരാൾക്ക് അങ്ങനെ ഒരു വിശ്വാസം ഉണ്ടെങ്കിൽ അത് ഹനിക്കാനും ഞാൻ തയ്യാറാവില്ല. അവരവരുടെ വിശ്വാസങ്ങളാണ് അവരവർക്ക് വലുത്. എൻ്റെ വിശ്വാസം ഞാൻ എൻ്റെ ഈ ജന്മ പുണ്യമായിട്ട് തന്നെ കാണുന്നു. എനിക്ക് കുംഭമേളയിൽ പങ്കെടുക്കാൻ പറ്റിയതും ആ സ്നാനഘട്ടിൽ മുങ്ങിത്താഴാൻ പറ്റിയതും എല്ലാം, മുങ്ങി തോർത്തി വരാൻ പറ്റിയതുമൊക്കെ എൻ്റെ ഈ ജന്മ പുണ്യമായിട്ടാണ്, എൻ്റെ ഏതോ കർമ്മഫലം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആ വിശ്വാസത്തെ ഇനി എന്ത് പറഞ്ഞാലും ഞാൻ ആ വിശ്വാസത്തിൽ നിന്ന് പിന്മാറാൻ തയ്യാറല്ല. നമ്മൾ കേരളത്തിലും പൊതുവെ അങ്ങനെയാണ്. പമ്പയിൽ മുങ്ങിയാണ് നമ്മൾ അയ്യപ്പസ്വാമിയെ ദർശിക്കാൻ പോകുന്നത്. അതെ, തീർച്ചയായും. അതുപോലെ ആലുവ പുഴയിൽ മുങ്ങിയാണ് നമ്മൾ ഈ ശിവരാത്രി വ്രതം നോക്കുന്നത്. അപ്പോൾ അവിടെ സ്നാനത്തിന് ബലിതർപ്പണം ചെയ്യുന്നത്. അപ്പോൾ ഈ സ്നാനകർമ്മം വളരെ പവിത്രമായിട്ടാണ്. അതെ. അപ്പോൾ മാഡം ഇപ്പോൾ കുംഭമേളയിൽ പങ്കെടുത്ത് തിരിച്ചെത്തിയിരിക്കുകയാണ്. കുംഭമേളയിൽ അങ്ങയെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചത് എന്താണ്? ആകർഷിച്ചത് ശരിക്കും പറഞ്ഞാൽ, അതായത് ഇത്രയും ഒരു ടെക്നോളജി ഉപയോഗിച്ച് ഒരു സംസ്ഥാനത്തിൻ്റെ അവർക്ക് ആ സംസ്ഥാനത്തിന് കിട്ടിയ പുണ്യമാണ് ഈ ഗംഗാ യമുന സരസ്വതി. അപ്രത്യക്ഷമാണെങ്കിലും നമ്മളെ സങ്കല്പം സരസ്വതി സംഗമം. ആ സംഗമം ഒരു തലസ്ഥാനത്തിൻ്റേതായപ്പോൾ ആ തലസ്ഥാനത്തിന് ഇത്രയും ലോക ശ്രദ്ധ ആകർഷിക്കാനായിട്ട് ഒരു അവസരം ഉണ്ടാക്കി കൊടുത്ത ആ ഗവൺമെൻറ്റിനെയാണ് എനിക്ക് സത്യം പറഞ്ഞാൽ എൻ്റെ മുന്നിൽ ഇങ്ങനെ ഒരു ഒരു അത്ഭുതമായിട്ട് നിൽക്കുന്നത്. കാരണം ഇത് 1-2 ദിവസത്തെയോ ഒരാളിൻ്റെയോ 2 പ്രയത്നം അല്ല. അവിടെ ഈ താൽക്കാലിക സിറ്റി, ഒരു താൽക്കാലിക പ്രയാഗ്രാജ് രൂപപ്പെട്ടത് ഒരു അത്രയും വലിയ ദീർഘവീക്ഷണത്തോടു കൂടി ഒരു സംസ്ഥാനത്തിൻ്റെ ഈ ഭരണകൂടം എത്ര കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് ഈ 144 വർഷത്തിന് ശേഷം വരുന്ന ഈ കുംഭമേളയെ ഇത്രയും മഹാകുംഭമേളയാക്കി. കാരണം ലോകത്തിന് 22 യൂണിവേഴ്സിറ്റികളാണ് പഠനം നടത്താൻ അവിടെ വന്നിരിക്കുന്നത്. 22 യൂണിവേഴ്സിറ്റികൾ. അപ്പോൾ ലോകത്തിൻ്റെ മൊത്തം ശ്രദ്ധ ആകർഷിച്ചുകൊണ്ട് ഇനി എത്ര കാലങ്ങൾ കഴിഞ്ഞാലും ഈ കുംഭമേള ഒരു ചരിത്ര സംഭവമായിട്ട് തന്നെ നിലനിൽക്കും. അതെ, മാഡം പറഞ്ഞത് വളരെ ശരിയാണ്. ഈ അതിൻ്റെ കൂട്ടത്തിൽ ഒരു വരി ഞാൻ ചേർക്കുന്നതാണ്, ഇത്രയും ഹ്യൂമൻ മാനേജ്മെന്റ്. അതൊരു വലിയ അത്ഭുതമായിട്ട് അതിനെക്കുറിച്ച് മാത്രം പഠിക്കാൻ വന്നിരിക്കുന്ന ഗവേഷക വിദ്യാർത്ഥികൾ. 2 സെക്ടറായിട്ടാണ് അവർ തിരിച്ചിരിക്കുന്നത് ഈ ഒരു അവരുടെ പഠനം. അതായത് ഒരു കുംഭമേള കൊണ്ട് നമുക്ക് എങ്ങനെ ഇത് മാനേജ് ചെയ്യുന്നു ഇത് കാര്യങ്ങൾ. ഒരു സെക്ഷൻ വരുന്നത് സാമ്പത്തികമായിട്ട് സംസ്ഥാനത്തിനും രാജ്യത്തിനും ഉണ്ടാകുന്ന നേട്ടം, നമ്മുടെ പെർ ക്യാപിറ്റ ഇൻകം തന്നെ അല്ലെങ്കിൽ ഗ്രോത്ത് GDP അത് തന്നെ കൂടുന്ന ഒരവസ്ഥയിൽ എത്തിക്കാൻ എത്രമാത്രം, അതായത് അത്രയും ടെക്നോളജി. ഞാൻ കുംഭമേളയിലേക്ക് തിരിച്ചു വരികയാണ്. മാഡത്തിന് എന്തെങ്കിലും തരത്തിലുള്ള ഒരു ബുദ്ധിമുട്ട് അവിടെ അനുഭവപ്പെട്ടു? അവിടെ ചെന്ന് ഈ സ്നാനകർമ്മം നിർവഹിച്ച് അതിൻ്റെ ചടങ്ങുകൾ നടത്തി ആ അനുഷ്ഠാനം
സംതൃപ്തിയോടുകൂടി നിർവഹിച്ച് ഞാൻ തിരിച്ചു തിരിച്ചു വരുന്നതിന് ഒരു ബുദ്ധിമുട്ടും ഉണ്ടായില്ല. ബുദ്ധിമുട്ടുമില്ല. അപ്പോൾ അതായത് മാനേജ്മെന്റ് വളരെയധികം കൃത്യമായി ഞാൻ പറയാം, ഒരു പേപ്പർ, ഒരു കുപ്പിയോ ഒരു പ്ലാസ്റ്റിക്കിന്റെ ഒരു കഷ്ണമോ നമുക്ക് ഈ വരുന്ന വഴികളിൽ എങ്ങും നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല. അപ്പം നമ്മൾ നോക്കുമ്പോൾ ഇങ്ങനെ ആൾക്കാർ വന്നുകൊണ്ടേയിരിക്കുന്നു, ക്ലീൻ ചെയ്യുന്നു, വലിയ ട്രാഷ് ബാഗുകളിലാക്കുന്നു, അവരത് അപ്പം തന്നെ വണ്ടി വരുന്നു, കൊണ്ടുപോകുന്നു. ഒന്നും നമുക്ക് ഇത്രയും വലിയ ജനത്തിരക്കിലിടയ്ക്ക് നമുക്കിത് ഒരു സ്ഥലത്തും അങ്ങനെ ഒരു ഇത് നമുക്ക് കാണാൻ പറ്റുന്നില്ല. പിന്നെ ടോയ്ലറ്റുകൾ എല്ലാ ഹട്ടുകളിലും ടെൻറ്റുകളിലും എല്ലാം അത്ര ടോയ്ലറ്റ് സൗകര്യങ്ങളുണ്ട്. ഇൻസ്റ്റൻ്റ് ആണ് നമ്മുടെ ഈ ടോയ്ലറ്റുകൾ ഇഷ്ടം പോലെയുണ്ട്. വെള്ളത്തിന് യാതൊരു പഞ്ഞവും ഇല്ല, കുടിവെള്ളത്തിനാണെങ്കിലും ഇല്ല, എല്ലാം. പിന്നെ ഭക്ഷണത്തിനും എല്ലാം ഓരോ സെക്ടറും നമ്മളെടുത്ത് പറയുകയാണെങ്കിൽ നമുക്കതിന് പറയാൻ പറ്റില്ല. ഒരു ദോഷവും സത്യം പറയാലോ, ഞാൻ വന്നു കഴിഞ്ഞിട്ട് ഞാൻ ആ ഗവൺമെൻറ്റിൻ്റെ ഓരോ നിമിഷവും മനസ്സുകൊണ്ട്, അതൊരു അതിശയോക്തിയല്ല കേട്ടോ. ഇത്രയും നമുക്കിവിടെ ഒരു ചെറിയ സംഭവം നടക്കുമ്പോൾ അറിയാലോ, പുറത്തുണ്ടാകുന്ന വൃത്തികേടുകളും അല്ലെ അത് ക്ലീൻ ചെയ്യാൻ അങ്ങോട്ടും ഇങ്ങോട്ടും നീ ചെയ്യും ഞാൻ ചെയ്യുന്നുള്ള ഒരു രീതിയും. ഇത് അതായത് 2700 മറ്റോ CCTV ക്യാമറ തന്നെ AI സംവിധാനം ഉപയോഗിച്ച്, കാരണം ഒരു ചെറിയ അനക്കം പോലും അവിടെ വരുന്ന ആൾക്കാരുടെ ഒരു ചെറിയ മൂവ്മെൻറ്റ് പോലും അവർക്ക് അപ്പം പിടിക്കാൻ പറ്റുന്ന രീതിയിലുള്ള സംവിധാനങ്ങളാണ്. ഒരു അട്ടിമറിയും നടക്കില്ല, പിഴമുറ്റ കുറ്റമറ്റ ഒരു ശരിക്കും പറഞ്ഞാൽ അവിടെ ഒരു ചെറിയൊരു സംഭവം നടന്നല്ലോ. അതെങ്ങനെ സംഭവിച്ചു? അത് മനുഷ്യൻ കൃത്രിമമായിട്ട്, കാരണം നമ്മുടെ ക്യൂവിൽ നിന്ന് നമ്മൾ മര്യാദയ്ക്ക് നമ്മൾ നടന്ന് തള്ളാതെ പിടിക്കാതെ ഒക്കെ നടന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇത് സുഗമമായിട്ട് പോകുന്ന ഒരു കാര്യമാണ്. കാരണം നമ്മൾ ഈ കല്യാണ സദ്യക്ക് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, ഈ ഫ്രണ്ടിൽ കുറേ പേരിങ്ങനെ തള്ളൂലേ, ആ തള്ളുന്നത് ഒരാൾക്കൊരു പിടിവിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ബാക്കി എല്ലാം എൻ്റെ പുറം. അതേസമയം നമ്മളൊന്ന് മാറി നിന്ന് 5 മിനിറ്റ് വെയിറ്റ് ചെയ്ത് നോക്കൂ, ആ തള്ള് ക്രമേണ കുറയും. അതേ ടെക്നിക്കാണ് നമ്മളിങ്ങനെ ആൾക്കൂട്ടത്തിൻ്റെ ഇടയിൽ നമ്മൾ കുറച്ചൊന്ന് മാറി നിൽക്കുമ്പോൾ ഒരു തള്ള് ശമനം വരും. ആ തുടക്കത്തിലൊരു ഭയങ്കര തള്ളായിരിക്കും. എങ്ങനെ സംഭവിച്ചു എന്നുള്ള കാര്യം. പിന്നെ ഈ ഗംഗാ നദിയിൽ 6-7 പാലം കെട്ടിയിട്ടുണ്ട്. ആ പാലം എന്ന് പറഞ്ഞാൽ അത് നമ്മളത് പറയില്ല, നമുക്ക് കിട്ടില്ല വാക്കുകൾ പറയാനായിട്ട്. ആ പാലത്തിലൂടെ ജനങ്ങൾ നടക്കുകയും ചെയ്യുന്നു കാറിൽ. പക്ഷെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ചിലപ്പോൾ പറയില്ലേ, ദൈവം ഒരു ദൂതനായിട്ട് വന്ന് നമ്മുടെ കൂടെ വന്ന്, അതുപോലെ നമുക്കൊരു ഡ്രൈവറെ കിട്ടി. അതുകൊണ്ട് ഞങ്ങൾക്ക് ഈ ട്രാഫിക്കിലൊന്നും ഞങ്ങൾ 10 മിനിറ്റ് പോലും ഞങ്ങൾ ഒരു ട്രാഫിക്കിലും പെട്ടില്ല. കാരണം ഡൽഹിയിലുള്ള അതെൻ്റെ ഒരു ഫ്രണ്ട് ഏർപ്പാടാക്കി തന്നാണ്. കൂടെ ഉണ്ടായിരുന്നു, ഞങ്ങളുടെ കൂടെ ഉണ്ട്, ജയ എന്ന് പറഞ്ഞ പുള്ളിക്കാരിയാണ് അവിടെ ഏർപ്പാടാക്കിയത്. മലയാളി സമാജം വഴി ഒരു ഡ്രൈവറെ ഏർപ്പാടാക്കിയത്. UP ബോൺ ആൻഡ് ബോട്ടപ്പായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് അവിടുത്തെ എല്ലാ വഴികളും അറിയാം. അപ്പോൾ എവിടെയാണോ ഗൂഗിളിൽ പോകുമ്പോൾ എവിടെയാണോ ട്രാഫിക് എന്നാണ് അദ്ദേഹം പെട്ടെന്ന് തിരിച്ചു വിടുകയാണ് വണ്ടി തിരിച്ചു വിട്ട് പല ഊടുവഴികളും, വഴിയൊന്നും ശരിയില്ല, വണ്ടി കുത്തി മറിഞ്ഞ് അങ്ങനെയൊക്കെയാണ് പോകുന്നത്. പക്ഷെ നമ്മൾ ഒരിടത്ത് നിന്നില്ല. പിന്നെ ഏറ്റവും നല്ല ഫുഡ് കിട്ടുന്ന സ്ഥലം, ഏറ്റവും നല്ല ക്ലീൻ ആയിട്ടുള്ള നമുക്ക് ടോയ്ലറ്റ് സൗകര്യങ്ങൾ കിട്ടുന്ന സ്ഥലം, അവിടെ എല്ലാം അദ്ദേഹം കൊണ്ട് നിർത്തി ആ ഡ്രൈവർ. സത്യം തിരിച്ചു വന്നപ്പം ഞങ്ങളെല്ലാവരും ഒരു ദൈവത്തിൻ്റെ ഒരു തൊഴുതു പുള്ളിയെ. കാരണം നമുക്ക് കുംഭമേളയിലേക്ക് തിരിച്ചു വരാം. ഈ കുംഭമേളയുടെ അനുഷ്ഠാനങ്ങൾ മാഡം പങ്കെടുത്തതാണ്. അതെ അതെ. അതിൽ അതൊന്ന് ലഘുവായിട്ടൊന്ന് വിവരിക്കാം, ഒന്ന് ചെറുതായിട്ട്. അവിടെ ചെല്ലുന്നു, ഞാൻ പറഞ്ഞല്ലോ, ഒരു ടെൻറ്റിൽ ഒരു സ്വാമിയുടെ ആശ്രമത്തിലാണ്. അപ്പം രാവിലെ നടക്കുന്നു. നമ്മൾ നടന്നു തന്നെയാണ് പോയത്. ഒരു 4 കിലോമീറ്റർ 3-4 കിലോമീറ്റർ നടക്കണം നമ്മൾ കട്ടിലെത്തുമ്പോൾ. അപ്പോൾ നമ്മൾ കുറച്ച് നടക്കുമ്പോൾ തന്നെ ലെഫ്റ്റിലോട്ട് തിരിഞ്ഞാൽ വേറെ സ്ഥലങ്ങൾ. പക്ഷേ ഞങ്ങൾ നേരെ പല വഴികളാണല്ലോ. അത് ഞങ്ങൾക്ക് സൗകര്യപ്രദമെന്ന് തോന്നിയ വഴിയിലൂടെ ഞങ്ങൾ നടന്നു. പിന്നെ പലരും അവിടെ ഒരുപാട് പൂക്കളും ഇതുമെല്ലാം കൊണ്ട് അർച്ചിച്ച് ചെയ്യുന്നുണ്ട്, പൂജയൊക്കെ ചെയ്യുന്നുള്ള സൗകര്യങ്ങൾ എല്ലാവരും. പക്ഷെ അതിലൊക്കെ ഇപ്പോൾ അവരുടെ ഉപജീവന മാർഗം ഗംഗാരതിയൊക്കെ ഉണ്ടല്ലോ, അതിൽ നമ്മൾ 1-2 പേര് ചെയ്തു. പക്ഷെ ഞാൻ അതൊന്നും ചെയ്തില്ല. ഞാൻ പിതൃക്കളെല്ലാം അവിടെ നിന്ന് ധ്യാനിച്ചു. നമ്മൾ മനുഷ്യരല്ലേ, അറിയാതെ അറിഞ്ഞൊക്കെ ചെയ്തു പോയാൽ നമ്മളെന്തായാലും പിതൃതർപ്പണം ചെയ്യുമ്പോഴുള്ള ആ ഒരു സങ്കല്പം, തർപ്പണം ചെയ്യുമ്പോഴുള്ള ആ ഒരു ഇതിൽ നമ്മൾ പ്രാർത്ഥിച്ചു. ഞാനൊരു 7 പ്രാവശ്യം എനിക്ക് മുങ്ങാൻ പറ്റി.
ഞങ്ങൾ എണ്ണിക്കൊണ്ട് ഞങ്ങൾ 7 പ്രാവശ്യം തല മുങ്ങി. മുങ്ങി. ആ. അപ്പോൾ ഓരോ മുങ്ങലിലും നമ്മൾ ഒരു ഒരു പ്രത്യേക ഒരു ഉണർവാണ് നമുക്ക് വന്നത്. തണുപ്പൊന്നും നമ്മളെ ബാധിക്കുകയില്ല. അതാണ് അതിൻ്റെ ഹൈലൈറ്റ്. ഇവിടെ തണുപ്പ് കാലമാണ് ഇപ്പോൾ. തണുപ്പ് കാലം 10 ഡിഗ്രി ആയിരുന്നു അവിടെ. തണുപ്പായിരുന്നു. നമുക്കവിടെ വേറെ ചടങ്ങുകളായിട്ട് നമ്മൾ ആരും ഒന്നും ചെയ്ത് കണ്ടില്ല. പിന്നെ വേറൊരു ഘട്ടിൽ പോയാൽ സെക്ടേഴ്സ് ഒരുപാടാണല്ലോ. അവിടെ പോയാൽ അവർ ബോട്ടിൽ കൊണ്ടുപോകുമെന്ന് പറയുന്നത്. പക്ഷെ ഞങ്ങൾ അങ്ങനെ ഒരു സാഹസത്തിൽ പോയില്ല. ഞങ്ങൾക്ക് പ്രത്യേകിച്ച് പല പൂജകൾ നടക്കുന്ന സ്ഥലങ്ങളുണ്ട്. അത്രേ ഉള്ളൂ. ഈ ഗംഗാരതി പോലെ തന്നെ പിതൃപൂജ നടക്കുന്നുണ്ട്. അല്ലാതെ ദേവപൂജ പോയാലും നമ്മൾ സാധാരണ ആരതി നമ്മൾ ചെയ്യുമല്ലോ. ഞാൻ വാരണാസി ഇവിടെ ചെയ്തിട്ടുണ്ട്, ഹരിദ്വാറിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അന്ന് അവർ പറഞ്ഞു തന്നെ അതുപോലെ. ഇന്ന് അങ്ങനെയുള്ള ആളുകളെ ഒന്നും പറഞ്ഞു തരാനൊന്നും കിട്ടില്ല. പിന്നെ നമ്മൾ പൂ വാങ്ങിച്ച് നമ്മുടെ മനസ്സിൻ്റെ അർച്ചിച്ച് ചെയ്യുക എന്നുള്ളതല്ല. ഒന്നുമല്ല, ആ വെള്ളത്തിൻ്റെ ഒരു പവിത്രത നമ്മളിലേക്ക് ആവാഹിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ്. അത് ഏറ്റുവാങ്ങാൻ. അതെ. നമ്മൾ സ്വയം അങ്ങനെ തരുമ്പോൾ നമ്മളിൽ എന്തോ ഒരു പവർ നമുക്ക് ഉണ്ടാവുന്നു എന്നുള്ള നമ്മുടെ ചിന്തയില്ലേ, അതിനെ ഇനി മേലെ വരാനായിട്ട് ഒന്നുമില്ല. നമ്മൾ തന്നെയാണല്ലോ നമ്മുടെ കാര്യങ്ങൾ, നമ്മുടെ അനുഭവമാണല്ലോ. അതിനി ആര് കുറയ്ക്കാനും കൂട്ടാനും ഇല്ല. അതാ ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നത്. തീർച്ചയായിട്ടും. എന്തായാലും കുംഭമേളയിൽ പങ്കെടുത്ത് അറിയുന്നത് പോലെ പിതൃതർപ്പണം ചെയ്ത് അതിൻ്റെ പുണ്യവുമായിട്ട് മാഡം മടങ്ങിയെത്തിയിരിക്കുകയാണ്. ഈ വിവരങ്ങൾ നമുക്ക് വേണ്ടി പങ്കുവച്ചതിൽ നന്ദി. സന്തോഷം.